സ്കൂൾ മാനേജ്മെൻറ്റ് യൂണിഫോമിനെ പറ്റിയും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടിയുടെ പറഞ്ഞു അത് സ്കൂൾ മാനേജ്മെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഹൈക്കോർട്ടിൻ്റെ ഓർഡർ വന്നു. അതായത് സ്കൂൾ മാനേജ്മെൻറ്റിനാണ് യൂണിഫോമിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ സുപ്രധാന വകുപ്പുകളിലൊന്നാണ് എഡ്യൂക്കേഷൻ. മിനിസ്റ്റർ എന്ന് പറയുന്നത് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി കുഴപ്പമൊന്നുമില്ലാതെ ഇത് ഓടിച്ചുകൊണ്ട് പോയെന്ന അഭിപ്രായമുള്ള ഒരാളാണ്. 3 സ്റ്റേറ്റ്മെൻറ്റാണ് മാറ്റിപ്പാടുന്നത്. അതായത് ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പിന്നെ അതിന് നേരെ യു ടേൺ വേറെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പിന്നീട് വേറെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പിന്നീട് ഈ കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ പേരൻസുമായിട്ട് സംസാരിച്ചിട്ട് ആരൊക്കെ ഇടപെട്ടിട്ട് ആ കുട്ടിക്ക് കേരളത്തിലെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏത് രീതിയിലാണ് പറയുന്നത് ആ രീതിയിലുള്ള യൂണിഫോമുമായിട്ട് പോകാം എന്നുള്ള ധാരണയിലായി. ഇത് പറയാനുണ്ടായ ഈ വിഷയം ഒരു നാഷണൽ ടോപ്പിക്കാണ്. ഇവിടുത്തെ ദേശീയ പത്രങ്ങളെല്ലാം അതിൻ്റെ വെബ്സൈറ്റുകളിലെല്ലാം കേരളത്തിലെ ഹിജാബിൻ്റെ ഇഷ്യൂ, കാരണം സുപ്രീം കോടതി ഇപ്പോഴും അതിൻ്റെ ആർഗ്യുമെൻ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കാരണം മംഗലാപുരത്തുണ്ടായ സംഭവം വലിയ നാഷണൽ ഇഷ്യൂ ആയി. അതിനുശേഷം ഇന്ത്യയിലെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പല ടോപ്പിക്സും ഡിസ്കഷനും ഒക്കെ ഉണ്ടായി.